ജോൺ ബ്രിട്ടാസ് എം പി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചൊരു ദൃശ്യമുണ്ട്. ഇടതുപക്ഷ നേതാക്കന്മാരുടെ മതേതരം എന്താണ് എന്ന് കൃത്യമായി അടയാളപ്പെടുത്തുന്ന ദൃശ്യം. കേരളത്തിലെ സംഘപരിവാർ മൗദൂദി ചാനലുകൾക്ക് കണ്ണിൽ കയറാത്ത ദൃശ്യം. ഉത്തരാഖണ്ഡിലെ കോട്ട്ദ്വാറിൽ ഇക്കഴിഞ്ഞ റിപ്പബ്ലിക് ദിനത്തിൽ മുസ്ലിം യുവാവിനെ ഹിന്ദുത്വ തീവ്രവാദികൾ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ ഒരു ഹിന്ദു യുവാവ് അദ്ദേഹത്തിന് കവചമൊരുക്കി. ഈ രാജ്യത്ത് മതേതരത്വത്തിന്റെ ഒരു മനോഹര കാഴ്ചയായിരുന്നു അത്. മൗദൂദി സുഡുക്കളുടെ മതേതരരായ കോൺഗ്രസുകാർക്ക് ഇതുവരെ കണ്ണിൽപ്പെടാത്തൊരു ചിത്രം, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി തുടങ്ങി അവരുടെ മതേതരത്വത്തിന്റെ അപ്പോസ്തലന്മാർ അല്ലെങ്കിൽ മതേതരത്വത്തിന്റെ കൺകണ്ട വക്താക്കൾ ഇതുവരെയും പോയി തിരിഞ്ഞു നോക്കാത്ത ഒരിടം. അവിടെയാണ് ജോൺ ബ്രിട്ടാസ് കഴിഞ്ഞ ദിവസം എത്തിയത്. മുസ്ലിം വയോധികനെ ഹിന്ദുത്വ തീവ്രവാദികൾ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ ഹിന്ദുവായ ദീപക് കുമാർ അദ്ദേഹത്തെ ആ അക്രമങ്ങളിൽ നിന്ന് രക്ഷിച്ച വാർത്ത റിപ്പബ്ലിക് ദിനത്തിൽ പുറത്തു വന്നതാണ്. അങ്ങ് ഉത്തരാഖണ്ഡിൽ പോയി ആ ചെറുപ്പക്കാരനെ ആദരിക്കാൻ ബ്രിട്ടാസ് അവിടെ എത്തി. അദ്ദേഹം ആ ദൃശ്യം പങ്കുവെച്ചുകൊണ്ട് ഒരു കുറിപ്പ് കൂടി ഇട്ടിട്ടുണ്ട്. കേരളത്തിലെ മൗദൂദി സുഡുക്കളുടെ കൺകണ്ട മതേതരന്മാർ ഒരു കാലത്തും ചെയ്യാത്ത, അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്ന ഇടങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കിയില്ലെങ്കിലും കേരളത്തിൽ അവരുടെ ഏറ്റവും മികച്ച മതേതരർ ശാഖെ പോകുന്ന കോൺഗ്രസുകാരാണ്. ആ കോൺഗ്രസുകാർ പോയി തിരിഞ്ഞു നോക്കാത്ത രാജ്യത്തിന്റെ സംഘപരിവാർ ഭരിക്കുന്ന ഒരു പ്രദേശത്തേക്ക് ഇടതുപക്ഷത്തിന്റെ എം പി ആയിട്ടുള്ള ജോൺ ബ്രിട്ടാസ് എത്തി ആ നന്മ പ്രവർത്തനം ചെയ്ത വ്യക്തിയെ ആദരിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഇടതുപക്ഷ നേതാക്കന്മാരുടെ ഉള്ളിലെ മതേതര കാഴ്ചയെന്ന് ആ ദൃശ്യവും ആ കുറിപ്പും തെളിയിക്കുന്നുണ്ട്. ദേ നോക്കിയ ആ ദൃശ്യം, ആ ദൃശ്യത്തോടൊപ്പം കുറിച്ച ബ്രിട്ടാസിന്റെ വാക്കുകൾ കൂടി കേൾക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ആ സംഭവവികാസത്തെക്കുറിച്ച് അറിയാൻ കഴിയുക. കേരളത്തിലെ മാധ്യമങ്ങൾക്കൊന്നും വാർത്തയല്ലാത്ത ഇത്രയും മനോഹരമായ ഒരു കാഴ്ച രാജ്യത്ത് നടന്നിട്ട് അത് ഈ നാടിന്റെ മതേതരത്വത്തിന്റെ അടയാളപ്പെടുത്തലായി ഉയർത്തിക്കാട്ടാത്ത മാധ്യമങ്ങൾക്ക് മുന്നിൽ ബ്രിട്ടാസ് പങ്കുവച്ച ആ കുറിപ്പ് നാട് കേൾക്കണം. ദീപക് കുമാർ എന്ന മുഹമ്മദ് ദീപക് ഇന്ത്യയെ കാർന്നു തിന്നുന്ന അർബുദമായ ഹിന്ദുത്വ വർഗീയവാദികൾക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ പ്രത്യാശ നാളമാണ്. ഹിമാലയത്തിന്റെ താഴ്വാരമായ കോട്ട്ദ്വാറിൽ വന്ധ്യവയോധികനായ മുഹമ്മദിനെ ബജ്രംഗ് ദൾ പ്രവർത്തകർ വേട്ടയാടിയപ്പോഴാണ് ദീപക് കുമാർ രംഗപ്രവേശനം ചെയ്തത്. സാഹോദര്യത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും തുല്യതയുടെയും സന്ദേശം പ്രസരിക്കേണ്ട റിപ്പബ്ലിക് ദിനത്തിലായിരുന്നു വർഗീയവാദികളുടെ അഴിഞ്ഞാട്ടം. നിസ്സഹായനായ മുഹമ്മദിന് മുന്നിൽ രക്ഷകനായ ദീപക് കുമാർ 150ഓളം വരുന്ന കാബാലികരെ ഒറ്റയ്ക്ക് നേരിട്ടു. ജിംനേഷ്യം നടത്തുന്ന ദീപക് ട്രെയിനർ ആയതുകൊണ്ട് തന്നെ നല്ല കായികശേഷി ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ വിദ്വേഷത്തിന്റെ ദൂതന്മാർ പിന്തിരിഞ്ഞോടി. പക്ഷേ പിൻവാങ്ങലിനിടയിൽ അവർ പേര് ചോദിക്കാൻ മറന്നില്ല. എന്റെ പേര് മുഹമ്മദ് ദീപക് ആണെന്ന് പ്രതികരിക്കാൻ അരനിമിഷം പോലും ആ ചെറുപ്പക്കാരന് വേണ്ടി വന്നില്ല. ഹിന്ദുവായിട്ടും മുസ്ലിം വൃദ്ധന് സംരക്ഷണം നൽകാൻ കഴിഞ്ഞതിൽ അഭിമാനിക്കുകയാണ് ദീപക് എന്ന. മതമൈത്രിയിൽ അഭിമാനിക്കുന്ന കേരളത്തിന്റെ ആശംസകൾ നേരാനാണ് ഞാൻ ഇന്ന് കോട്ട്ദ്വാറിലെത്തിയത്. ദീപകിനെ മാത്രമല്ല, അദ്ദേഹത്തിന്റെ അമ്മയെയും ഭാര്യയെയും കുഞ്ഞിനെയും കണ്ടു. ചായ വിൽക്കുന്ന അമ്മയുടെ കയ്യിൽ നിന്ന് ഇഞ്ചിയിട്ട ചൂട് ചായ വാങ്ങി കഴിച്ചു. വർഗീയവാദികളുടെ ഭീഷണിയിൽ അനാഥമായ ജിമ്മിൽ പോയി അംഗത്വമെടുത്തു. മുഹമ്മദിന്റെ ബാബ തുണിക്കടയിൽ പോയി തുണിത്തരങ്ങൾ വാങ്ങി. കലാപകാരികളെ സംരക്ഷിച്ചുകൊണ്ട് ദീപക്കിനെതിരെ കേസെടുത്ത കോട്ട്ദ്വാർ പോലീസ് സ്റ്റേഷനിൽ ശക്തമായ എതിർപ്പും രേഖപ്പെടുത്തി. മുഹമ്മദ് ദീപക്കായി രൂപാന്തരം പ്രാപിച്ച ദീപക് കുമാർ കേവലം വ്യക്തിയല്ല, പ്രതീക്ഷയുടെ വജ്രപ്രകാശമാണ്. ഈ പോസ്റ്റിനൊപ്പം അദ്ദേഹം പങ്കുവച്ച ആ ദൃശ്യം കൂടി കാണും. എത്ര മനോഹരമായിട്ടുള്ള മതേതര കാഴ്ചയാണെന്ന്. आपसे और दीपक का दोस्त विजय से मिलने के लिए हम आए हैं। ठीक है, बहुत शुक्रिया आपका, आप प्रोग्राम में आए। नहीं, आपसे मिलने के लिए, आपका दुकान में आके कुछ खरीदने के लिए भी आया है। हाँ, आप खोल के रखे हैं क्या? है? अभी खोल रहे हैं। मेरे को कुछ चीज खरीदना है। आप दुकान आज खोलिए। मेरे को दोनों जगह पे जाना है, तीन जगह पे जाना है। दीपक का जिम में जाके मेरे को ये मेंबरशिप जिम करना है और मेंबरशिप। ठीक है, आई विल हैव टू गो टू दीपक जिम annual membership. രാഹുൽ ഗാന്ധിക്കോ പ്രിയങ്ക ഗാന്ധിക്കോ എന്തിനേറെ പറയുന്നു, KC വേണുഗോപാലിനോ 18 ലോക്സഭാ MP-മാർക്കോ പോയി തിരിഞ്ഞു നോക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കാര്യം ഹിന്ദുത്വ തീവ്രവാദത്തിനെതിരെയുള്ള ശക്തമായ പോരാട്ടം എന്ന് പറഞ്ഞാൽ കണ്ടില്ല എന്ന് നടിക്കുക എന്നുള്ളതാണ്. പക്ഷേ അവിടങ്ങളിലെല്ലാം കനൽ ഒരു തരിയാണെങ്കിലും ഓടിയെത്തുന്നുണ്ട്. കർണാടകയിലെ യലഹങ്കിയിൽ കോൺഗ്രസ് ഭരിക്കുന്നിടത്ത് രാത്രി ന്യൂനപക്ഷങ്ങളുടെ കൂരകൾക്കുമേൽ ബുൾഡോസർ ഓടിക്കയറിയപ്പോഴും അവിടെ ഓടിയെത്താൻ ആദ്യമുണ്ടായിരുന്നത് കേരളത്തിന്റെ ഇടതുപക്ഷ MP-മാരാണ്. എന്നിട്ടും കേരളത്തിൽ അവർക്ക് സംഘിച്ചാപ്പ.
സംഘപരിവാർ ഭരിക്കുന്ന ഇടങ്ങളിൽ പോലും ഹിന്ദു വർഗീയവാദികൾ നടത്തുന്ന ഇത്തരം അതിക്രമങ്ങൾക്കെതിരെ ശക്തമായി നിലകൊള്ളുകയും അക്രമം നേരിടുന്നവരുടെ അടുത്തേക്ക് ഓടിയെത്താൻ അവശേഷിക്കുന്നത് ഇന്നും കമ്മ്യൂണിസ്റ്റുകാർ മാത്രം. ആ കമ്മ്യൂണിസത്തെ കേരളത്തിൽ നിന്നുകൂടി ഇല്ലായ്മ ചെയ്യാനാണ് സംഘപരിവാറിന്റെ ന്യൂനപക്ഷ വേർഷനായിട്ടുള്ള മൗദൂദികളും സുഡാപ്പികളും ഇന്ന് കേരളത്തിൽ പണിയെടുക്കുന്നത്. അവരുടെ വർഗീയത വളർത്തണമെന്നുണ്ടെങ്കിൽ മുസ്ലിം മതവിഭാഗക്കാരെ രാജ്യത്താകമാനം ഇവരെല്ലാം കൂടി ചേർന്ന് എങ്ങനെയാണോ അരക്ഷിതമായി മാറ്റിയത്, ഈ സംസ്ഥാനത്തു കൂടി അത് ചെയ്യാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ഈ നാട്ടിലെ നല്ലവരായിട്ടുള്ള ന്യൂനപക്ഷ വിഭാഗക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. കേരളം വിട്ട് മറ്റൊരിടത്തും അവർ സമാധാനമായി അന്തി ഉറങ്ങുന്നില്ല. എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകൾ ഭരിക്കുന്ന കേരളത്തിൽ മാത്രം അത് സംഭവിക്കുന്നു എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. കോൺഗ്രസ് ഭരിക്കുന്ന ഇടമായിക്കോട്ടെ, ബാക്കിയുള്ള സംഘപരിവാർ ഇടങ്ങളായിക്കോട്ടെ, ആ ഒരു അവസ്ഥ ഇല്ലാതെ പോകുന്നതിന് കാരണമെന്തെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് കേരളം എന്ന ഈ കൊച്ചു തുരുത്ത് ഇടതുപക്ഷത്തിന്റെ കയ്യിൽ മതേതരത്വം സംരക്ഷിക്കപ്പെടുന്നുണ്ട്, ഇവിടെ ന്യൂനപക്ഷങ്ങൾ അപരവൽക്കരിക്കപ്പെടുന്നില്ല എന്ന് ആവർത്തിച്ചു പറയുന്നത്. അതിനൊരു ഉദാഹരണം കൂടിയാണ് ബ്രിട്ടാസ് പങ്കുവച്ച ഈ ദൃശ്യം. ഇത് രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടിയിലെ മറ്റൊരാൾക്കും ചെയ്യാൻ കഴിയുന്നില്ല എന്ന ചോദ്യത്തിന് ഉത്തരമാകുന്നുണ്ട്.